കാണിച്ചു തരാൻ പോകുന്നത് തക്കാളി കൊണ്ടൊരു പച്ചടിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. തക്കാളി പച്ചടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. തക്കാളി ഞാൻ ഇതുപോലെ ഇങ്ങനെ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി എപ്പോഴും മുറിക്കുമ്പോൾ നമ്മൾ ഈ തക്കാളിയുടെ ഈ ഞെടുപ്പ് ഈ ഭാഗമില്ലേ, ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതങ്ങ് മുറിച്ച് കളഞ്ഞേക്കണം. നമുക്ക് ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. ഈ തേങ്ങയുടെ ഒപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളകും കൂടെ അരയ്ക്കാം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം. ഇതിപ്പോൾ എരിവുള്ള മുളക് തന്നെയാണ്. കൂടുതൽ എരിവ് ഇല്ലാതിരിക്കുകയാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടുകാണ്, പച്ചക്കടുക്. ഞാനൊരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അരയ്ക്കുന്നത് വെള്ളം ചേർത്തിട്ടല്ല, തൈര് ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തക്കാളിയിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചേർത്തിരിക്കുന്നത് അധികം പുളിയുള്ള തൈരല്ല. ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ തക്കാളിക്കും പുളിയുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരി പുളിയുള്ള തൈര് ചേർക്കണ്ട. ഒരു ഇടത്തരം പുളിയുള്ള തൈര് ചേർത്താൽ മതി. എന്നിട്ട് ഇതും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് വേണം. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പച്ചടി റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ വേവിക്കുന്നൊന്നുമില്ല. തക്കാളി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടണം. കടുക് വറുത്തിടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. നല്ല ടേസ്റ്റാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒഴിച്ചു കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു പച്ചടി ഉണ്ടെങ്കിൽ, ഈ പച്ചടിയും ഇതിൻ്റെ കൂടെ ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഉപ്പേരിയോ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ കറിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തക്കാളി വെച്ചിട്ട് നിങ്ങളിങ്ങനെ പച്ചടി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കണം. ഇതിനു മുമ്പ് ഞാൻ വേറെ പലതരം പച്ചടികളുടെ വീഡിയോസൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പോൾ ഇനി മറ്റു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.